അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലേക്ക്. ശിവൻ വീട്ടിക്കുന്നും KV ദാസനും തമ്മിൽ കടുത്ത മത്സരമെന്ന് സൂചന. പതിനാറാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ UDF ക്യാമ്പുകൾ രാഷ്ട്രീയ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയരായ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി വലിയൊരു പടയൊരുക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. വോട്ടർമാർക്കിടയിൽ കൃത്യമായ സ്വാധീനമുള്ള രണ്ട് പ്രമുഖ നേതാക്കളെയാണ് UDF ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്നും മുതിർന്ന നേതാവ് KV ദാസനുമാണ് പട്ടികയിൽ മുൻനിരയിലുള്ളത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിത്തട്ടിൽ നിന്നും വളർന്നു വന്ന നേതാവാണ് ശിവൻ വീട്ടിക്കുന്ന്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ അദ്ദേഹം കാഴ്ചവെച്ച വികസന മാതൃകകൾ ഇന്നും ചേലക്കരയിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും എളിമയും വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നൽകുന്നു. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും സുപരിചിതനായ ശിവൻ വീട്ടിക്കുന്ന് സ്ഥാനാർത്ഥിയായാൽ അത് UDFന് വലിയ കരുത്താകുമെന്ന് പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നു. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് KV ദാസന്. ദശകങ്ങളായി പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നേതൃസ്ഥാനം വഹിച്ച അദ്ദേഹം സംഘടനാ രംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത്. മണ്ഡലത്തിലെ ഓരോ വാർഡിലും പാർട്ടി സംവിധാനങ്ങളെ ചലിപ്പിക്കാൻ ശേഷിയുള്ള നേതാവാണ് അദ്ദേഹം. നാട്ടുകാരനായ സ്ഥാനാർത്ഥി വേണമെന്ന UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ശുപാർശയിൽ ഈ രണ്ട് നേതാക്കളുടെയും പേരുകൾക്കാണ് നിലവിൽ തൂക്കം കൂടുതൽ. ഇവരുടെ പ്രവർത്തന പാരമ്പര്യവും ജനകീയ അടിത്തറയും മണ്ഡലം തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്ന് നേതൃത്വം കരുതുന്നു. നേരത്തെ മുസ്ലിം ലീഗ് ഈ സീറ്റിനായി ശക്തമായ അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തന്നെ നേരിട്ട് മത്സരിക്കണമെന്ന പ്രാദേശിക വികാരം ശക്തമായതോടെ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. LDF ഇതിനോടകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ UDF സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ നിന്നും അന്തിമമായ വ്യക്തതയുണ്ടാകും. CCV ന്യൂസ്, ചേലക്കര.